ഹായ് ഓൾ. ഓക്കെ, 2-3 ഷോർട്സിലായിട്ട് എൻ്റെ വോയിസ് മാത്രം പകർത്തി ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫേസ് ക്യാമറയിൽ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ലേസിക് സർജറി ഞാൻ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എൻ്റെ 6-ാം വയസ്സ് മുതൽ ഇപ്പം എനിക്ക് 21 വയസ്സാവാൻ പോവുകയാണ് ഈ ജൂണിൽ. അപ്പോൾ എനിക്ക് ഏകദേശം 16 കൊല്ലമായിട്ട് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാവും. ആൻഡ് എനിക്ക് നല്ല പവർ ഉണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെയല്ല, എനിക്ക് ഭയങ്കര ഹൈ പവറാണ്. എനിക്ക് ഏകദേശം -5ൻ്റെ അടുത്തുണ്ട്. ഇവിടെ -5ഉം ഇതിന് -3യും അങ്ങനെ എന്താ വരുന്നത്. റൈറ്റ് -5 ആൻഡ് ഇവിടെ -3. ഈ സ്പെക്സ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഈ സ്പെക്സ് സത്യം പറഞ്ഞാൽ ഒരാളിപ്പോൾ എന്നെ നോക്കുക, എൻ്റെ 2 ഐഡൻറ്റിറ്റി എനിക്കുള്ളത്. ഒന്ന് എൻ്റെ ഹൈറ്റും ഒന്ന് എൻ്റെ സ്പെക്സും. ഓക്കെ, അപ്പം എന്താ വെച്ചാൽ ആരെങ്കിലും ഇപ്പം എന്നെ പറയുന്നത് ആ സ്പെക്സ് ഇട്ട കൊച്ചില്ലേ, ആ ഹൈറ്റുള്ള കൊച്ചില്ലേ, അങ്ങനെ പറയാം. സോ അതിൽ സ്പെക്സ് പോകാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അങ്ങ് പോവുകയാണ്. ലൈക്ക് ഗ്ലാസ് ഇല്ലാണ്ട് ഞാനൊരു വേൾഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്ലർ വേൾഡ് ആയിരിക്കും. ജസ്റ്റ് ഒരു നോർമൽ ടെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിലാണ് പോയതെങ്കിൽ കൂടിയിട്ടും ആ ടെസ്റ്റ് എടുക്കും എൻ്റെ ഒരു ലേസിക് സർജറിൻ്റെ ഡേറ്റ് വരെ തീരുമാനിച്ചിട്ട് വരുന്ന രീതിയിലായിപ്പോയി. പക്ഷെ ആയിപ്പോയി നല്ല കാര്യമാണ്. ബട്ട് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇത്രയും പെട്ടെന്ന്. ഇതൊക്കെ നാളെ മറ്റന്നാളെ എനിക്ക് ഒറ്റയ്ക്കാനുള്ള തുള്ളിമരുന്നും കുടിക്കാനുള്ള ഗുളികയാണ്. ഇത് കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ സർജറിയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഇതാണ് എൻ്റെ തുള്ളിമരുന്ന്. ഇത് 2 ദിവസം 3 നേരം വെച്ച് ഉറ്റിക്കണം. ആൻഡ് ഇത് സർജറീൻ്റെ തലേന്ന് രാത്രി, അതായത് മറ്റന്നാൾ രാത്രി എനിക്ക് കഴിക്കാനുള്ളൊരു മരുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കാണ് അത്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ആദ്യം പറയാം. ലൈക്ക് മഴയൊക്കെ നനയാൻ, ഇതൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നട്ടോ. കാരണം മഴ നനയാൻ വേണ്ടിയിട്ട് കണ്ണട ഊരിയിട്ട് 1.25 ലക്ഷം രൂപയുടെ ലേസ സ്മൈൽ സർജറി ചെയ്യാൻ ഇവർക്ക് എന്താ വട്ട് വിചാരിക്കും. ലൈക്ക് ഞാനിത് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഈ സ്പെക്സ് കാരണം എന്നുള്ളതുകൊണ്ട് ഷെയർ ചെയ്യാം. ലൈക്ക് ഇത് കൂടാതെ എൻ്റെ ഡെയിലി ലൈഫ് എന്തോരം മാറ്റം വരും ഈ സ്പെക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ലൈക്ക് അത് നമ്മൾ ഉപയോഗിക്കാണ്ടാവുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇനി ഉണ്ടാവില്ല എന്നാലോചിക്കുമ്പോൾ ലൈക്ക് ഒന്നിനും ഇനി എനിക്ക് സ്പെക്സ് എന്നുള്ളൊരു സംഭവം തടസ്സമായിട്ട് വരില്ല. അങ്ങനെയുണ്ട്. ഞാൻ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് ചെയ്യാൻ. സ്പെക്സ് കാരണം എനിക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറയുന്നു കേട്ടോ. അത്രയും അതിൽ ഫസ്റ്റ് വൺ, അത് ഞാൻ എപ്പോഴും അതങ്ങനെയാണ്, മഴ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടം. മഴ കൊള്ളാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ കൂടിയിട്ടും സ്പെക്സ് ഇട്ടിട്ട് മഴ ആസ്വദിക്കും നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കണ്ണടയിൽ ഇങ്ങനെ വെള്ളം വന്ന് തെറിക്കുന്നതുകൊണ്ട് എനിക്ക് സ്പെക്സ് ഇട്ടിട്ട് മഴയോടെ ഒരു വെറുപ്പായി പോകും. മഴ പെയ്താൽ ഇപ്പോൾ മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ട് കാണില്ലല്ലോ, അങ്ങനെ ആയി പോകും എൻ്റെ ചിന്ത. അപ്പം തന്നെ ഞാൻ വിചാരിക്കും, ഈ കണ്ണട ഇല്ലെങ്കിൽ മഴ എന്തോരം എനിക്ക് ആസ്വദിക്കുക. ഈ വണ്ടിയിലൊക്കെ ഒന്ന് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടിയിലാവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ബട്ട് അറ്റ് ദ സെയിം ടൈം അയ്യോ മഴ പെയ്തപ്പോൾ ഗ്ലാസ് നനയും വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തല കുനിച്ചിരിക്കും. ലൈക്ക് ഇങ്ങനെ ആസ്വദിക്കേണ്ട ഞാൻ ഗ്ലാസ് കാരണം ഇങ്ങനെയാണ് ഇരിക്കുക. അത് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് സങ്കടമാണത്. ഗ്ലാസ് ഊരിയിട്ട് മഴ ആസ്വദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഞാൻ എവിടെ വെക്കും, എവിടെ വെച്ചാലും ഗ്ലാസ് നനയും. ഇപ്പോൾ ആസ്വദിക്കാന്ന് വെച്ചാലും എനിക്ക് ആ ഒരു മഴയുടെ ഫീലേ കിട്ടുള്ളൂ. എനിക്ക് ആ മഴ ആ ഒരു പ്രകൃതി ഭംഗി ഒന്നും കാണാൻ പറ്റില്ല, കാരണം ബ്ലറല്ലേ. ഇതിനെ സ്പെക്സ് ഊരിയിട്ട് ആസ്വദിക്കാന്ന് പറയുമ്പോൾ അതൊന്ന്. പിന്നെ എനിക്ക് വാട്ടർ തീം പാർക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ റൈഡൊക്കെ കയറി മേലേക്ക് എത്തിയിട്ട് നമ്മൾ കണ്ണിറക്കുമ്പോൾ കിട്ടുന്ന ആദ്യ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഒരു പള്ളേന്നൊരു കാണലൊക്കെ വരില്ലേ, അതൊക്കെ കാണലൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് സ്പെക്സ് ഊരിയിട്ട് റൈഡ്സിലൊന്നും കയറാൻ പറ്റില്ല, അതറിയാലോ. അപ്പോൾ ഈ റൈഡ്സിൽ കയറുമ്പോൾ ഈ സ്പെക്സ് ഇല്ലാണ്ട് ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് ആ ഒരു വയറിന് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഒക്കെ കിട്ടും, പക്ഷെ എനിക്ക് ആ ഒരു വ്യൂ കിട്ടില്ല. ഞാൻ എൻ്റെ പഴയൊരു കണ്ണട കാണിച്ചുതരാം. ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്ത സ്പെക്സ്, അതായത് ഈ സ്പെക്സിന് തൊട്ട് മുന്നേ ഉപയോഗിച്ച സ്പെക്സ് ആക്കിയിട്ട് ഇത് ഈ സ്പെക്സിൻ്റെ കളക്ഷനൊക്കെ എടുത്ത് വെച്ച് എനിക്ക് എത്രയോ സ്പെക്സ് ഉണ്ടാവും എനിക്ക്. ഞാൻ അങ്ങനെ എല്ലാത്തിൻ്റെ ഒന്നും എല്ലാം എടുത്ത് വെച്ചില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ടർ തീം പാർക്സ് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ണട ഇട്ട് വയ്ക്കും. ആൻഡ് ഇവിടെ ഞാൻ പിൻ ചെയ്ത് നോക്കും ഈ സ്പെക്സ്. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് വെള്ളത്തിൽ കളിച്ചിട്ട് മുങ്ങി ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് അങ്ങേ ദൂരത്തുനിന്ന് എൻ്റെ റിലേറ്റീവ് ആണെങ്കിൽ അമ്മു വാ എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവൂല അവർ എന്നെ തന്നെയാണോ, അവർ എൻ്റെ റിലേറ്റീവ് ആണോ. എടാ അവിടെ ഒരു രൂപമുണ്ട്, മനുഷ്യനാണ് നിൽക്കുന്നതെന്നൊക്കെ അറിയാം, പക്ഷെ അത് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഫേസൊക്കെ ബ്ലറായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഈ പിന്നങ്ങ് അയക്കും, കണ്ണട വേഗം എടുക്കുന്നു, ഇടുന്നു, നോക്കുന്നു, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ പിന്നെ ഇത് വെക്കുന്നത് എന്താ വെച്ചാൽ ഇത് വീണു പോകാണ്ടിരിക്കാനാണ്. നമ്മൾ വെള്ളത്തിലൊക്കെ മുങ്ങി എണീക്കുമ്പോൾ ചിലപ്പോൾ വീണു പോകും. ഇത് സർജറീൻ്റെ തലേന്ന് നൈറ്റ് കുടിക്കാനുള്ള ടാബ്ലറ്റ്, അതായത് ഇന്ന് കുടിക്കാൻ പോവുക. കുഞ്ഞി ടാബ്ലറ്റ്. സർജറീൻ്റെ തലേന്നായിട്ട് മരുന്നുറ്റിക്കാനുണ്ടായിരുന്നു, ടാബ്ലറ്റ് കഴിക്കാനുണ്ടായിരുന്നു, ഏകദേശം എല്ലാം കഴിഞ്ഞു. ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നാളെ സർജറി കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിറക്കുമ്പോൾ എനിക്ക് ഫുള്ള് ഇരുട്ടായിരിക്കുമോ, പിന്നെ കാഴ്ച മൊത്തത്തിൽ പോകും. അതായത് ഒരു പോസിറ്റീവ് തോട്ട് അതെനിക്ക് വരുന്നേ ഇല്ല. ഞാൻ ഫുൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്കൊരു പോസിറ്റീവായിട്ടൊരു സാധനം വരുന്നില്ല. സംഭവം ഞാൻ ഗൂഗിൾ ചെയ്യുമ്പോഴും ChatGPTനോട് ചോദിക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴും ഒക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്. ദ ബെസ്റ്റ്.
ആൻഡ് ദ ബെസ്റ്റ് സർജറിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതും. പക്ഷേ സ്റ്റിൽ ലൈക്ക് 100-ൽ-1 ചിലപ്പോൾ സംഭവിക്കാം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ചിലപ്പോൾ 100-ൽ-1 ഞാനായാലും. അങ്ങനെയൊക്കെയാണ് എനിക്കിങ്ങനെ നല്ല ലേറ്റായി. ഞാൻ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണം വിചാരിച്ചത്, പക്ഷേ 12:55 എനിക്ക് നിന്നിങ്ങനെ കിടന്ന് ഇടിക്കുക. ഞാൻ ഓരോ ഇങ്ങനത്തെ ലേസിക്കിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം എൻ്റെ പരിപാടി. എന്തായാലും ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, കിടന്നുറങ്ങാവുന്നതേ ഉള്ളൂ. ഉറക്കം വരുന്നുമുണ്ട്. എന്തായാലും ഞാൻ പോയി കിടക്കാൻ പോവാം. ഒക്കെ സെറ്റാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ടെൻഷൻ നല്ലോണ്ട്, പക്ഷെ ഓക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ പോവാണ്. ഇനി വരുമ്പം ഈ സ്പെക്സ് ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രൊസീജിയറിന് കയറ്റുന്നതിന് മുന്നേ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ടൈമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് എ 10-minute പ്രൊസീജിയർ. ഇതിന് ശേഷം ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എടുത്തൊരു ക്ലിപ്പായിരുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലെ കണ്ണിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ബട്ട് ഒരു പെയിൻ കില്ലർ കഴിച്ച് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഞാൻ ഏകദേശം കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് പെയിന് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹലോ, അപ്പോൾ ഇതാണ് 2 വീക്സിന് ശേഷമുള്ള ഞാൻ. കറക്റ്റ് 2 വീക്സ് അല്ല, അപ്പോൾ ഇന്നേക്ക് കറക്റ്റ് പറയാച്ചാൽ 18 ദിവസം, 2 ആഴ്ചയും 4 ദിവസവും ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പം എൻ്റെ വിഷൻ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. സത്യം പറയാലോ, സർജറി കഴിഞ്ഞ് ഒരു 2 days കഴിഞ്ഞപ്പം, അതായത് സെക്കൻഡ് ഡേ എന്ന് പറയാം, സെക്കൻഡ് ഡേ ഞാൻ ഭയങ്കരമായിട്ട് ചെയ്തതിനെ പറ്റി ആലോചിച്ച് ചെറുതായിട്ട് എവിടേക്കോ റിഗ്രറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് എനിക്ക് ഫോണൊക്കെ നോക്കുമ്പോഴും എന്തെങ്കിലും ഒരു വേർഡ് നോക്കി ഫോക്കസ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്ക് കണ്ണിങ്ങനെ വെള്ളം വരിക, കണ്ണിങ്ങനെ ലൈറ്റ് അടിച്ചിട്ട് എൻ്റെ കണ്ണ് തീരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ലൈറ്റ് കാണാത്ത രീതിയിലായിരുന്നു എൻ്റെ കണ്ണിൻ്റെ കളി. ചുമ്മാ ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് എനിക്ക് കണ്ണ് പൊത്താണ്, ഭയങ്കര നമ്മുടെ കണ്ണ് പുളിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. പക്ഷെ ഡേ ബൈ ഡേ ഞാൻ പോലും അറിയാണ്ട് ലൈക്ക് കറക്റ്റ് വിളിച്ചാൽ ആഫ്റ്റർ 1 week അടിപൊളിയായിട്ട് സെറ്റായിട്ടോ. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക്, അതായത് സ്പെക്സ് ഇടാണ്ട് എനിക്ക് കാണൂല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ സ്പെക്സ് ഇല്ലാണ്ട് കണ്ടുകൊണ്ടിരിക്കുക എല്ലാം. അതായത് ഇപ്പം ഞാൻ അതുമായിട്ട് യൂസ്ഡായി. ഞാനിപ്പം ചുറ്റുവട്ടത്തൊക്കെ നോക്കുമ്പോഴും ഇടയ്ക്ക് ഞാനിങ്ങനെ മറന്നു പോകും. ആദ്യത്തെ വീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ കണ്ണടല്ലാണ്ട് കാണുന്നത്, കണ്ണടല്ലാണ്ട് ഞാൻ ഇപ്പോൾ അത് വായിക്കുന്നത്, കണ്ണടല്ലാണ്ട് ഞാൻ ഇത് ചെയ്യുന്നത്, അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇപ്പം ഞാനത് യൂസ്ഡായി. ഞാൻ ഇടയ്ക്ക് എനിക്ക് റിയലൈസേഷൻ വരും, നീ കണ്ടിട്ടില്ലാണ്ടാ അപ്പം അത് ചെയ്തേ. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും 2 മെഡിസിൻസ് ഈ ആഴ്ചയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ 2 മെഡിസിൻസ് ഈ ആഴ്ചയോട് കൂടിയിട്ട് പക്ക എല്ലാം കഴിഞ്ഞു. ഇപ്പം ഈ ഒരു മെഡിസിൻ മാത്രമാണ് ഞാൻ ഉറ്റിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ലൂബ്രിക്കേഷൻ പോലെ, അതായത് ലൂബ് പോലെ, നമ്മുടെ കണ്ണിനൊരു ലൂബ് പോലെ ഡ്രൈനസിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതിൽ ഒരു മരുന്ന് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ, ഒരു മരുന്ന് 2 ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞല്ലോ. ഈ മരുന്ന് പിന്നെ ഇനി 2 മാസം കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതൊരു ഓയിൻമെൻറ്റ്, ഇത് പിന്നെ നൈറ്റ് മാത്രം തേച്ചിട്ട് കിടക്കേണ്ടത്. പിന്നെ 1 മാസം ഉണ്ട്, ഇതും 2 months ഉണ്ട്. തുടക്കത്തിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഈ സാധനമൊക്കെ വെക്കാണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യത്തെ 3-4 ദിവസം ഞാൻ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ അത് വെച്ചില്ല. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് വെച്ച് കിടക്കുമ്പോൾ ഒരു പേടി. ഞാനൊരു ദിവസം രാത്രി ഇത് വെച്ച് കിടന്നത് ഞാൻ ഞെട്ടി എണീറ്റ്. അതായത് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ട് ഞാൻ കണ്ണു തുറന്നു. ഓക്കെ, കണ്ണ് തുറന്നപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണു തുറന്നിട്ട് നമ്മൾ കാണുമ്പോഴേ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ വല്ലാണ്ടൊക്കെ പൊടിച്ചു പോയാന്ന്. ഞാനത് എന്തോ ഒരു സ്വപ്നം കണ്ട് കണ്ണ് തുറന്നതും ഞാൻ കാണുന്നത് ഇതിലൂടെയാണ്. അത് ഭയങ്കര ഒരു ഹൊറിഫിക് സംഭവമായിരുന്നു. എനിക്ക് പറയാൻ വയ്യ, ഭയങ്കര പേടിയായിപ്പോയി. അതിന് ശേഷം പിന്നെ എനിക്കത് വെച്ച് കിടക്കുമ്പോൾ എന്തോ പോലെ. പിന്നെ എനിക്ക് ഏറ്റവും ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മൂമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് ഒന്നാം സർജറീൻ്റെ ടൈം. അത് പിന്നെ എനിക്ക് ടെൻഷനായിട്ട് ഒരു ആസ്വദിക്കാൻ പറ്റുന്നൊരു സംഭവമല്ലല്ലോ അത്. പക്ഷെ ഞാൻ ആസ്വദിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതേതാണെന്നറിയോ, നമ്മൾ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ 9:30 ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അതായത് തലേന്ന്, അതായത് സർജറി ചെയ്തന്ന് രാവിലെ സ്പെക്സ് വെച്ചുകൊണ്ട് ഞാൻ നമുക്ക് വായിക്കാൻ വേണ്ടി കുറച്ച് ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ തരുമല്ലോ, വലുതുനിന്ന് ചെറുതിലേക്കായിട്ട്. അത് ഞാൻ എൻ്റെ കണ്ണിൽ സ്പെക്സ് ഇല്ലാണ്ട് വായിച്ചൊരു മൂമെൻ്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. ഞാനിങ്ങനെ എനിക്കറിയില്ല, ഞാൻ ആ കസേരയിൽ പോയി ഇരിക്കുന്നു. സാധാരണ എപ്പോഴും എങ്ങനെയാണ്, കണ്ണട ഒരുന്നു, പുതിയ കണ്ണടയ്ക്ക് വേണ്ടിയിട്ട് ഇവർ വേറൊരു സംഭവം വെച്ച് കുറേ ലെൻസ് മാറ്റിയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയൂ, അപ്പോൾ ഒന്നും കൂടി പവർ കൂട്ടിയത് വെച്ചിരുന്നു, അത് വെച്ചിട്ട് വായിക്കാൻ പറ്റുന്നില്ലേ, വീണ്ടും പവർ കൂട്ടിയത് വയ്ക്കുന്നു. അങ്ങനെ പലതരം ലെൻസുകൾ കൊണ്ടുള്ളൊരു കളിയായിരുന്നു എൻ്റെ കണ്ണിൻ്റെ മുകളിലുണ്ടായിരുന്നത്. ബട്ട് അന്ന് ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ എൻ്റെ കണ്ണോണ്ടാണ് ഞാൻ വായിച്ചത്. എനിക്കൊരു ലെൻസിൻ്റെ ആവശ്യമില്ല,
ഞാൻ ഫുള്ളും വായിച്ചു. എനിക്ക് റൈറ്റ് സൈഡത്തെ കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ അടച്ചു വെച്ച ഒരു റൈറ്റ് സൈഡത്തോട് വായിക്കാൻ പറഞ്ഞപ്പം എനിക്ക് ലാസ്റ്റത്തെ 6ാമത്തെ ഒരു അത് ഏറ്റവും ചെറുതായിട്ട് കാണിക്കുന്ന അത് എനിക്ക് വായിക്കാൻ പറ്റിയിരുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലെഫ്റ്റ് കൊണ്ട് പിന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് 2 ഐസോട് കൂടി ഒരുമിച്ച് വായിക്കാൻ പറഞ്ഞപ്പം എനിക്ക് 6/6 കിട്ടി. അതായത് ഫുൾ വായിക്കാൻ പറ്റി. എനിക്ക് ഏറ്റവും ചെറുതായിട്ടുള്ളത് പോലും എനിക്ക് വായിക്കാൻ പറ്റി. അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് 2ാമത്തെ ചെക്കപ്പ് ചെയ്തപ്പോൾ കേട്ടോ. അത് കോർ മെമ്മറി സീരിയസ്ലി. കറൻ്റ്ലി മൈ വിഷൻ ഇസ് ഓൾ ഗുഡ്. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളേ ഉള്ളൂ. 2-3 കാര്യങ്ങൾ അങ്ങനെയല്ല എന്നി പറയില്ല, പക്ഷേ വിചാരിച്ച കുറച്ച് സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്തൊന്ന് നനയ്ക്കുക, വാട്ടർ തീം പാർക്കിലൊക്കെ ഒന്ന് പോയി കളിക്കുക. കന്നഡ ഇല്ലാണ്ട് ഞാൻ ചെയ്യണമെന്ന് അത്രയും ആഗ്രഹിച്ച 2 സംഭവങ്ങളാണ് ഇത് രണ്ടും. സോ അത് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് സ്നോയും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. ഞാൻ ഈ സ്പെക്സ് മാറ്റിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിനേക്കാണ് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും സർജറി നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേയായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബോധേഡായിട്ട് എന്നെ ഭയങ്കര ബോധർ ചെയ്യിപ്പിച്ച സംഭവമായിരുന്നു എൻ്റെ മൂക്കിൻ്റെ ഇവിടുത്തെ ഈ കല. അത് സ്പെക്സ് വെച്ച് വന്നതാട്ടോ. കുറച്ച് കാലമൊന്നല്ലല്ലോ, 16 കൊല്ലല്ലേ. അപ്പോൾ എനിക്കിപ്പോഴും ഉണ്ട് ഇവിടെ, കണ്ടോ കല. അത് ഇപ്പോഴും എനിക്ക് ഡ്രസ്സൊക്കെ മാറ്റി മുഖത്ത് എന്തിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്പെക്സ് മിസ് ചെയ്യും. ലൈക്ക് എനിക്ക് എപ്പോഴും ആ കണ്ണട വെക്കാത്തപ്പോൾ ഞാനല്ലാത്ത പോലെയൊക്കെ ഒരു തോന്നൽ. ഇപ്പം പിന്നെയും റെഡി ആയി വരുന്നുണ്ട്, പക്ഷെ എനിക്ക് കല ഭയങ്കരമായിട്ട് എന്നെ ബോധർ ചെയ്യുക. പക്ഷെ അത് കൂടുതലും ഫസ്റ്റ് വീക്കായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പം 2 വീക്സ് കഴിഞ്ഞ് നിൽക്കുമ്പം ആ കല അങ്ങ് എൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗമായി പോയി. അതിനിപ്പോൾ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനി പോകാൻ ടൈം എടുക്കും. ആ കല എത്ര കൊല്ലം പിടിച്ചുണ്ടായ ഒരു കലയാണ്. സോ അതൊരിക്കലും നമ്മൾ ഒരു ദിവസം കൊണ്ട് പോകണം എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലല്ലോ. ആൻഡ് ഞാൻ സത്യം വരച്ച സ്പെക്സ് റിമൂവ് ചെയ്യുന്നതിൻ്റെ 2-3 ദിവസം, ലൈക്ക് 2-3 ദിവസമല്ല, ഒരു 10 ദിവസം മുന്നേയായിട്ട് ഞാൻ കിടന്ന് പരിശ്രമിക്കലായിരുന്നു. ഇവിടെ ഓരോ മരുന്ന് തേച്ചിട്ട് 10 ദിവസം കൊണ്ട് എനിക്ക് പോകണം. 16 കൊല്ലം കൊണ്ടുണ്ടായ പാട് എനിക്ക് 10 ദിവസം കൊണ്ട് പോകണം കേട്ടോ. അതും നിങ്ങൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഓയിൻമെൻറ്റ് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മേലെ സ്പെക്സ് തന്നെ വെക്കുന്നത്. സോ എങ്ങനെ പോകാനാ? ഇപ്പം ഞാൻ അതിനെ ട്രൈ ചെയ്യുന്ന നിർത്തി, ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ തോന്നി തുടങ്ങി. ആൻഡ് എനിക്കിപ്പോൾ ഈ കല ഉണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല അല്ലേ. അത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ, ഒരു ചെറിയ കലയല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുക. എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ടൊരു സന്തോഷം. ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.